നമസ്കാരം. വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണശേഷം കോളേജിലെ ഒരു വിദ്യാർത്ഥിനി പരാതി നൽകിയത് ദുരൂഹം. സിദ്ധാർത്ഥ് മരിച്ച ദിവസമായ 18-നാണ് പെൺകുട്ടി കോളേജ് അധികൃതർക്ക് പരാതി നൽകിയെന്ന് പറയുന്നത്. ഫെബ്രുവരി 18-ന് കോളേജിന് ലഭിച്ച പരാതി 20-നാണ് കോളേജ് ഇന്റേണൽ കംപ്ലൈന്റ് കമ്മിറ്റിക്ക് കൈമാറിയത്. സിദ്ധാർത്ഥ് ഒരു പെൺകുട്ടിയോട് മോശമായി പെരുമാറിയെന്നായിരുന്നു പരാതി. ഫെബ്രുവരി 14-ന് കോളേജിൽ ഉണ്ടായ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലായിരുന്നു ആരോപണം. മരണം സംഭവിച്ചതിനാൽ കുറ്റാരോപിതന് നോട്ടീസ് നൽകാൻ കഴിഞ്ഞില്ലെന്നാണ് ആഭ്യന്തര പരാതി സെല്ലിന്റെ റിപ്പോർട്ട്. ഈ മാസം 18-നാണ് ഹോസ്റ്റലിലെ ശുചിമുറിയിൽ ജീവനൊടുക്കിയ നിലയിൽ സിദ്ധാർത്ഥിനെ കണ്ടെത്തിയത്. വിദ്യാർത്ഥി ക്രൂരമർദ്ദനത്തിനിരയായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. 2-3 ദിവസം പഴക്കമുള്ള നിരവധി മുറിവുകൾ ശരീരത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. വടികൊണ്ട് അടിച്ചതിന്റെ പാടുകളുമുണ്ട്. കഴുത്തിലെ മുറിവിൽ അസ്വാഭാവികതയുണ്ട്. കുരുക്ക് കുറുകിയ ഭാഗത്ത് അസാധാരണ മുറിവാണ് ഉള്ളത്. തൂങ്ങിയതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ട്. അതേസമയം വയനാട് പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് വീഴ്ച സംഭവിച്ചെന്ന് ചാൻസലർ കൂടിയായ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. വെറ്റിനറി സർവകലാശാല VC ഡോക്ടർ MR ശശീന്ദ്രനാഥിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഗവർണർ അന്വേഷണത്തിന് ഉത്തരവിട്ടു. അതീവ ഗൗരവ ആരോപണങ്ങളാണ് SFIക്ക് നേരെ ഗവർണർ ഉന്നയിക്കുന്നത്. സംസ്ഥാന സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ വെട്ടിലാക്കുന്നതാണ് ഗവർണറുടെ ഈ നടപടി. സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെട്ട് ഗവർണർ ഹൈക്കോടതിക്ക് കത്ത് നൽകി. അന്വേഷണത്തിന് ജഡ്ജിയുടെ സേവനം ആവശ്യപ്പെട്ടാണ് കത്ത് നൽകിയത്. ജുഡീഷ്യൽ അന്വേഷണം എത്തിയാൽ രാഷ്ട്രീയ സമ്മർദ്ദമില്ലാത്ത അന്വേഷണം സാധ്യമാകുമെന്നാണ് രാജ്ഭവന്റെ വിലയിരുത്തൽ. സിദ്ധാർത്ഥിന്റേത് കൊലപാതകമാണെന്നും ഗവർണർ മാധ്യമങ്ങളോട് പറഞ്ഞു. സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഒരു പ്രതി കൂടി കീഴടങ്ങിയിട്ടുണ്ട്. മലപ്പുറം സ്വദേശി അമീൻ അക്ബർ അലി കൽപ്പറ്റ കോടതിയിലാണ് കീഴടങ്ങിയത്. ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം 11ആയി. സിദ്ധാർത്ഥിനെ ആക്രമിച്ച 19 പ്രതികൾക്ക് പഠനവിലക്കും ഏർപ്പെടുത്തി. കോളേജ് ആന്റി റാഗിംഗ് സെല്ലിനാണ് നടപടി. 3 വർഷത്തേക്കാണ് പഠനവിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത്. നന്ദി.